റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിലെ പഴയ ക്യാമറകളുടെ സ്റ്റാൾ കാണികളെ ആകർഷിക്കുന്നു. 1800 കാലഘട്ടം മുതലുള്ള വിവിധ ക്യാമറകളുടെ നീണ്ട നിരയാണ് എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. എലിക്സിയർ സ്കൂൾ ഓഫ് ഫോട്ടോഗ്രഫി കോട്ടയം മേധാവി എം മനുവിന്റെ ശേഖരത്തിലുള്ള ക്യാമറകളുടെ നീണ്ട നിരയാണ് എക്സിബിഷനിൽ ഒരുക്കിയിരുന്നത്. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിലാണ് സ്റ്റാൾ സജ്ജമായിരിക്കുന്നത്. ഏറെ കൗതുകമാണ് പഴയ ക്യാമറകളുടെ നീണ്ട നിര സമ്മാനിക്കുന്നത്. 15 വർഷം കൊണ്ടാണ് 400 ക്യാമറകൾ മനു കരസ്ഥമാക്കിയത്. ഇതിന് നീണ്ട യാത്രകളും ആവശ്യമായി വന്നു. ഒപ്പം 5 വർഷമായി വിവിധയിടങ്ങളിൽ എക്സിബിഷനുകൾ നടത്തിവരുന്നു. ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എലിക്സിയർ സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫി. അപ്പോൾ എനിക്ക് പേഴ്സണൽ കളക്ഷനാണ്, എൻ്റെ പേഴ്സണൽ കളക്ഷനാണ് ഈ കാണുന്നത്. എനിക്ക് 400 ക്യാമറകളുണ്ട്. 1800കളുടെ അവസാനം മുതൽ 2002, 2005 വരെ ഒക്കെ ഉള്ള ഫിലിമുകൾ സ്റ്റോപ്പ് ചെയ്യുന്നിടം വരെയുള്ള പല വിധത്തിലുള്ള ക്യാമറകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ പ്രൊജക്ടറുകളും എല്ലാം ഉണ്ട്. പഴയ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലുണ്ടായിക്കൊണ്ടിരുന്ന വാഗീശ്വരി ക്യാമറകൾ മുതൽ വിദേശത്തുള്ള ഒരുപാട് കമ്പനികളുടെ, അതായത് ഒരു 100ഓളം കമ്പനികളുടെ, പല പല രാജ്യങ്ങളിൽ നിന്നുള്ള 100ഓളം കമ്പനികളുടെ 400-ൽ പരം ക്യാമറകൾ എനിക്ക് കളക്ഷനുള്ളതാണ്. ഞാൻ ഒരു 15 വർഷം കൊണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയാണ്. ഇതുപോലെ എക്സിബിഷൻസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. 1800കളുടെ അവസാനമിറങ്ങിയ ക്യാമറകൾ മുതൽ ഫിലിം ക്യാമറകൾ നിർത്തലാക്കുന്ന 2005 വരെയുള്ള കാലഘട്ടത്തിലെ ക്യാമറകൾ കളക്ഷനിലുണ്ട്. ഫോട്ടോഗ്രാഫിയോടുള്ള അതിയായ താൽപര്യവും ഇഷ്ടവുമാണ് ഈ ശേഖരത്തിലേക്ക് എം മനുവിനെ നയിച്ചത്. ഇൻസ്റ്റന്റ് ക്യാമറ, വീഡിയോ ക്യാമറ, DLR ക്യാമറ, SLR ക്യാമറ തുടങ്ങി നിരവധി ഇനങ്ങളുണ്ട്. ക്യാമറ കൂടാതെ പ്രൊജക്ടർ, വിവിധതരം ഫിലിമുകൾ എല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചു. ഇതിനോടൊപ്പം ഫെസ്റ്റിവൽ കാണുവാനെത്തുന്ന നിരവധി ആളുകളാണ് എക്സിബിഷനിൽ പങ്കുകൊള്ളുന്നത്. ആളുകൾക്ക് ക്യാമറകളുടെ പഴക്കവും ചരിത്രവുമെല്ലാം പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കാനും എക്സിബിഷൻ ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.